പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ന്യായാധിപനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം ദൈവം രാജാവാകാൻ ഉള്ള ഒരാളിലൂടെ ചെയ്തു. അതെന്താ പണി? അതാണ് ഗോലിയാത്തിനെ അടിച്ചു മലർത്തൽ. ഓക്കെ, സാംസനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇമോഷൻസ്, അതായത് സ്നേഹം, പ്രേമം, ഭാര്യയോടുള്ള ഇമോഷൻസ് അവൻ മറച്ചു വച്ചിരുന്നു. വൈകാരികമായിട്ടൊന്നും തന്നെ ഫിലിസ്തീയ യുവതിയായ തൻ്റെ ഭാര്യയോട് സാംസൺ സംസാരിച്ചിരുന്നില്ല. ഫിലിസ്തീയ യുവതിയായ സാംസൻ്റെ ഭാര്യയാകട്ടെ, ഭയം എന്ന വികാരം കാരണം സാംസനോട് സത്യം തുറന്നു പറഞ്ഞില്ല. സാംസൻ്റെ രഹസ്യം, സാംസനെ ചതിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന ആ ഒരു ഓപ്പൺ മൈൻഡായ ആ ഒരു സത്യം സാംസനോട് അവൾ പറഞ്ഞിരുന്നെങ്കിൽ സാംസൻ്റെ അമ്മായപ്പനെ സാംസൺ തീരുമാനം എടുക്കുമായിരുന്നു അവരെന്ത് ചെയ്യണമെന്ന്. ദൈവഹിതം എന്നത് സാംസൺ ആ ഫിലിസ്തീയ യുവതിയെ വിവാഹം ചെയ്ത് ഫിലിസ്തീയരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ സാംസനെ കൊണ്ടത് പറ്റിയില്ല. സാംസൺ ഈ ഫിലിസ്തീയ യുവതിയെ വിവാഹം ചെയ്യണം എന്നത് ദൈവഹിതമായിരുന്നു. പക്ഷെ ഇത് സാംസൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ന്യായാധിപനായ സാംസനെ കൊണ്ട് പറ്റാത്ത ഈ കാര്യം ആട്ടിടയൻ ആയിരുന്ന, അതാകുമ്പം ആടുകളോട് സ്നേഹമുണ്ടല്ലോ, ആട്ടിടയനായിരുന്ന ദാവീദിനെ ഏൽപ്പിക്കുകയാണ് ദൈവം. ഫിലിസ്തീനെ തോൽപ്പിക്കുന്ന കാര്യം. ഓക്കെ, ദാവീദിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ സാംസനെ കൊണ്ട് പറ്റാത്ത കാര്യം ദൈവം, സാംസന്മാരെ കൊണ്ട് പറ്റാത്ത കാര്യം ദൈവം ദാവീദുമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. രാജാക്കന്മാർ ആകാൻ ഉള്ളവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും.